എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ദേണ്ട നമ്മൾ രാവിലെ പുറത്തോട്ടൊന്ന് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടനും ഞാനും രാഹുലും പിന്നെ ചേട്ടനൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളുടെ വണ്ടി പണി മുടക്കിയിരിക്കുവാണ്. വണ്ടി ശരിയാവുമെന്ന് തോന്നുന്നില്ല. പുതിയൊരു വണ്ടി നമുക്ക് വാങ്ങിക്കണമെന്നാണ് തോന്നുന്നത്. അത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടൊന്നും ശരിയാവുന്ന ലക്ഷണമില്ല. അപ്പോൾ ആ ചേട്ടൻ്റെ വണ്ടിയിൽ നമ്മൾ പുറത്തോട്ട് പോവുകയാണേ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ദുബായിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ രാഹുലും ബൈക്കിലാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേന് ഞാൻ ചുമ്മാ ഒന്നൊരു വീഡിയോ അവൻ ഫോണിൽ നോക്കിയിട്ട് ഇത് വീഡിയോ ഒന്ന് എടുത്തതാണേ. അപ്പോഴത്തേണ്ട പോകുന്ന വഴിയിലെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചെടുത്തു. കാരണം ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, സൺഡേ ആയതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് പോകാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇതേണ്ട പോകുന്ന വഴിയിൽ ഇവിടുത്തെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഇതേണ്ട ചെടികളൊക്കെ മരങ്ങളും ഒക്കെ അവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലോട്ടൊക്കെയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ഇടുന്ന ഭാഗത്തോട്ട് ചെല്ലാൻ പോലും പറ്റത്തില്ല. ഇവിടെ എന്ത് വൃത്തിയായിട്ടാണ് അവർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വേസ്റ്റിൻ്റെ ഇട്ടിരിക്കുന്നതിൻ്റെ പുറത്ത് മണ്ണിട്ട് അതിന് ശേഷം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെല്ലാം വഴിയൊക്കെ നല്ല വഴിയല്ലേ, അപ്പം പോകാനും ഒക്കെ നല്ല രസമല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ബിൽഡിങ്ങിൻ്റെയും അതുപോലെയുള്ള ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കലണ്ടറിലെ സീനറി വഴിയാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതടുത്ത് കാണാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കണക്ക് കൂട്ടുന്നു. അപ്പം ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു. ഇനി നമ്മൾ ദുബായ് എയർപോർട്ടിൻ്റെ അതിലേക്കൂടിയാണേ പോകുന്നത്. അപ്പം ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് വീഡിയോ ഒന്നും എടുത്തത് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോനോട് പറഞ്ഞെടാ നീ ആ ഫ്ലൈറ്റിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ എടുത്തതാണേ വീഡിയോയെ. ഒത്തിരി ഫ്ലൈറ്റ് അവിടെ ഇങ്ങനെ അടുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ഇത് എത്ര കണ്ടാലും എനിക്ക് മതിയാവത്തില്ല. കാരണം എനിക്ക് കയറുന്നതും ഒന്നും അത്രയ്ക്ക് വലിയ ഇതില്ല, ഒരു ഇഷ്ടമില്ലാഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചെവി അടയ്ക്കുന്ന ഒരു പ്രശ്നമുള്ളൂ. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ കയറുന്നത് തൊട്ട് ഇറങ്ങുന്നിടം വരെ നമുക്ക് ഭയങ്കര ചങ്കടിപ്പല്ലേ, എങ്ങനെയൊന്നും ഇറങ്ങിയാൽ മതി എന്നുള്ളതല്ലേ. അതിലൊക്കെ എനിക്കിഷ്ടം ഇത് പൊങ്ങുന്നതും താഴുന്നതും അതുപോലെ മുകളിൽ കൂടെയൊക്കെ പോകുന്നതൊക്കെ കാണുന്നതാണ്. അടുത്തിങ്ങനെ ഇതുപോലെ കാണുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് എത്ര കണ്ടാലും ഇത് മടുക്കത്തില്ലേ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഷാർജ എയർപോർട്ടിൻ്റെ അവിടെ ചേട്ടനെ കൊണ്ട് പോയി. ഒരു പ്രാവശ്യം നിന്ന് അവിടെ നിന്ന് താഴുന്നതും എല്ലാം ഞാൻ വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. അത്രയ്ക്കും എനിക്ക് ഇതിനോട് ഭയങ്കര ക്രേസായി. എനിക്ക് അറിയത്തില്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കൊച്ചായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ പോയി നോക്കുന്നതും സൗണ്ട് മാത്രം കേൾക്കുന്നതും ഇത് കാണാനും പറ്റത്തില്ലല്ലോ, വല്ലപ്പോഴും ഒരെണ്ണമല്ലേ പോകുന്നത്. പിന്നെ നാട്ടിലായിരുന്നപ്പോഴത്തേന് ചേട്ടനെ എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടിട്ട് പോരുന്നതല്ല, നമുക്കിങ്ങനെ അടുത്ത് പോകുന്നതും താഴുന്നതും ഒന്നും കാണാൻ പറ്റത്തില്ല. അല്ല ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം. അപ്പോൾ ഒത്തിരി ആൾക്കാരുമായിട്ട് പോകുന്നതുകൊണ്ട് പൈസയുടെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളെന്നാലും അകത്തും കയറത്തില്ല. അപ്പോൾ പോയിട്ട് വാതിക്കൽ ഇങ്ങനെ കയറ്റി വിട്ടേച്ചിങ്ങനെ പോരുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഫ്ലൈറ്റ് കണ്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ എണ്ണം അങ്ങനെ അടുക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എടുത്തിട്ട് രാഹുൽ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ എത്ര കണ്ടാലും മതിയാകത്തില്ല, എത്ര വീഡിയോ എടുത്താലും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ദുബായിക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി വർക്ക്ഷോപ്പിലല്ലായിരുന്നു, അതിപ്പോൾ ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല. അതിപ്പം ഭയങ്കരമായിട്ട് കംപ്ലൈൻ്റ് ആയിപ്പോൾ ഇനി എന്നിട്ട് പൈസ മുടക്കിയിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വണ്ടി നോക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചൈനയുടെ വണ്ടി ഇപ്പം 0 ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പം അതിനാണ് നമ്മൾ പോകുന്നത്, പുതിയ വണ്ടി എടുക്കാനായിട്ട്. പുതിയ വണ്ടിയാകുമ്പോൾ നമുക്ക് 5 വർഷത്തേന് വേറെ മെയിൻ്റനൻസ് ഒന്നും വരത്തില്ലല്ലോ എന്നോർത്ത് പോവുകയാണേ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ എടുക്കാനായിട്ടല്ല നോക്കാനായിട്ട്. വണ്ടി നോക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു ഫ്ലൈറ്റ് തേണ്ട പൊങ്ങി പോകുന്നതിൻ്റെ വീഡിയോ വന്നതാണ്. അത് ഞാൻ അവനെ കൊണ്ട് എടുപ്പിച്ചതാണ്. അപ്പം നമുക്ക് വണ്ടി അത്യാവശ്യമാണ്. ഇവിടെ വണ്ടി ഇല്ലാതെ പറ്റത്തൊരു ചേട്ടനെ മോനും ഇപ്പം നടന്നൊക്കെയാണ് പോകുന്നത്, ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങൾ ഷോറൂമിലെത്തി. അപ്പോൾ ഈ വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് വേറൊരു വണ്ടിയും കൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നുണ്ട്. അതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് ഇതൊന്ന് പറ്റുമെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതെടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലല്ലോ, അവരതെല്ലാം നോക്കുന്നൊക്കെയുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് വണ്ടിയുടെയൊക്കെ വീഡിയോ എടുത്താണേ. പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ തന്നെ തയ്ച്ച് എടുത്തതാണേ. അപ്പം വർക്കൊക്കെ ചെയ്ത് ഒരിടയ്ക്ക് ചുമ്മാ ഇരുന്ന സമയത്ത് ഞാൻ ചെയ്തതാണെന്നിട്ട് ഞാൻ തന്നെ തയ്ച്ചതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അതിൻ്റെയൊക്കെ അവിടെ കയറിയിട്ട് എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടൊന്നുമില്ല വണ്ടി. ചേട്ടനൊക്കെ ഒന്നും താല്പര്യമില്ല, നല്ല വിലയായിരുന്നു. അപ്പോൾ അത്രയും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ അത്
അതെടുത്തില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് വണ്ടിയൊന്നും എടുക്കാമെന്നുള്ള പ്ലാനിലാണ്. ഇങ്ങനെ അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അതിന് ശേഷം ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണേ. അപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. രാഹുൽ അത് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുവാണ്. KFCയിൽ നിന്ന് ഞങ്ങൾ ബർഗറും ഫ്രൈഡ് ചിക്കനുമാണ് വാങ്ങിക്കുന്നത്. ഞാനും ചേട്ടൻ്റെ ഫ്രണ്ടും. രാഹുൽ വേറൊരു സ്ഥലത്തുനിന്ന് വേറെന്തോ ബർഗറും കാര്യങ്ങളൊക്കെയാണ് അവർ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അത് വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. അപ്പോൾ അതിനകത്തൊക്കെ വീഡിയോ ഞാൻ എടുക്കണം. ഒത്തിരി ആൾക്കാർ അവിടെ ഇങ്ങനെ ചൂടുമാണ്. അതുപോലെ തന്നെ കുറേ സമയം നിന്ന് വർത്താനമൊക്കെ പറയാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ ഉച്ച സമയത്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഈ ഭയങ്കര ചൂടിന് കുറേ ആശ്വാസം കിട്ടുവാനായിട്ട് കുറച്ച് നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അപ്പോൾ കുറേ നേരം ഇരുന്നതിന് ശേഷം ഫുഡൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ പെപ്സിയും ബർഗറും ഒക്കെ കഴിച്ചു. അതിന് ശേഷം എനിക്ക് ഐസ്ക്രീം രാഹുൽ വാങ്ങിച്ചത് അവനും കഴിച്ചു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ സൺഡേയിൽ വെളിയിൽ പോയ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ ബോക്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ